ഇടിച്ചു തെറിപ്പിച്ചേനല്ലോ. എന്താ സാറേ ഇത്? ഇയാള് സംസാരിക്കണ്ട, ഞാൻ എന്റെ ഭാര്യയോടെ സംസാരിച്ചത്. കാര്യം ഉഷ മാഡം സാറിന്റെ ഭാര്യയൊക്കെ തന്നെ. പക്ഷെ ഈ കൊള്ളക്കാരെ ചേസ് ചെയ്ത് പിടിക്കുന്ന പോലെ സ്വന്തം ഭാര്യയെ ചേസ് ചെയ്ത് പിടിച്ചത് തീരെ ശരിയായില്ല സാറേ. എടോ അതാടോ എന്റെ ഒരു സ്റ്റൈല്. അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാ? അധർമ്മം കണ്ട ഞാൻ ചോദിക്കും സാറേ. അധർമ്മം കണ്ട ചോദിക്കാൻ നീ ആര്? ധർമ്മനാ? ധർമ്മ രാജിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഉഷ ടി വി വാങ്ങി ഷോപ്പിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചറിഞ്ഞ് ചേസ് ചെയ്ത് പിടിക്കാൻ വന്നതാ ഞാൻ. വീട്ടിലൊരു ടി വി ഇരിക്കുമ്പോ എന്തിനാ പുതിയൊരെണ്ണം? അയ്യോ, മുഴുവൻ കാശും കൊടുത്തിട്ട് മേടിച്ചതല്ല, പഴയ ടി വി കൊടുത്തേച്ച് എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചതാ ഇത്. കൃഷ്ണയിൽ എക്സ്ചേഞ്ച് മേള നടക്കുന്ന വിവരം ബാലപ്പൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ബാലപ്പന്റെ കൂട്ടുകാരന്റെ കടയാണേ, അതാ ബാലപ്പനെ കൂടെ കൂട്ടിയത്. ആ ടിവിയും ഒരു 6000 രൂപയും കൂടെ കൊടുത്തപ്പോ ഈ ടി വി കിട്ടി. നല്ല കണ്ടീഷൻ ടി വി ആണ്. ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെ ഉണ്ട്. അതുണ്ടോ? എന്താ രാജി ഇത്? നല്ല ഓഫർ അല്ലേ? 6000 രൂപയുടെ കാര്യല്ലേ ഉള്ളൂ. അത് വേണ്ട ഉഷേ, ഈ എക്സ്ചേഞ്ച് മേള എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ചീറ്റിങ്ങാ. എനിക്ക് ഇഷ്ടല്ല അത്. അതിനിവിടെ രാജിയുടെ ഇഷ്ടം ആർക്ക് വേണം? സാറേ, സ്റ്റേഷനിലെ കാര്യം മാത്രം നോക്കിയാ മതി. അതെ, മാഡം ഇങ്ങോട്ട് കയറ്. ഇനി ഒരു എക്സ്ചേഞ്ച് മേള ഒത്തു വരികയാണെങ്കിൽ ആദ്യം കൊണ്ട് എസ് ഐ സാറിനെ മാറ്റിയെടുക്കണം. മാഡം കയറിയ വണ്ടിയോ? പക്ഷെ ഞാനും വരുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് പറ്റട്ടെ, നിന്നെ ശരിയാക്കി തരാം. എടോ, ഞാൻ ജീപ്പ് എടുക്കാൻ പറഞ്ഞാൽ നിർത്തണം. തനിക്കുള്ളതേ ഞാൻ സ്റ്റേഷനിൽ വന്നിട്ട് തരാട്ടാ. പത്രത്തിൽ എന്തെങ്കിലും പരസ്യം കണ്ട അപ്പ ചാടി ഇറങ്ങിക്കൊള്ളും ശ്രീമതി. ടി വി കടയിൽ 6000 രൂപ. ഇപ്പൊ ടി വി അങ്ങോട്ട് ഒരു കാര്യമില്ലായിരുന്നു. എടോ കബീറേ, താനിങ്ങ വന്നേ. കേട്ടോ കബീറേ, ഇനിയാവുന്നൊരു മൈക്രോ ഓവൻ വാങ്ങിയതേ ഉള്ളായിരുന്നു. പക്ഷെ അതില് സീരിയലൊന്നും കാണാൻ പറ്റില്ല സാറേ. എടോ, ഇയാളിൽ കാശ് വല്ല ഇരിപ്പുണ്ടാവോ? എത്ര വേണം? ഒരു 3000. ഇന്ന് തന്നെ ടി വി കടയിൽ കാശ് കൊണ്ട കൊടുക്കണം, അല്ലെങ്കിലേ അതുവഴി പോകുമ്പോ കടക്കാരനെ തുറച്ചു നോക്കും. സാറേ, സാധാരണ എസ് ഐമാര് ഷോപ്പിൽ ചെല്ലും, സാധനത്തിന് ഓർഡർ ഇടും, സാധനം വീട്ടിലെത്തും, കാശൊന്നും കൊടുക്കാറുമില്ല. സാറിന് അങ്ങനെ ചോദിച്ചൂടെ? പോടോ, ഞാനാ ടൈപ്പ് ഒന്നുമല്ല. അതൊക്കെ പോട്ടെ, കാശുണ്ട് അതിന്റെ സ്റ്റേഷനിൽ എത്തുമ്പോൾ തരാം. എന്നാ വാ, എനിക്ക് യൂണിഫോം ഇട്ട പോലെ സാറേ, സാർ എങ്ങനെയൊന്നും ജീവിച്ചാ പോരാ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ അല്പസ്വല്പം കൈക്കൂലിയൊക്കെ വാങ്ങണം. ഡോ, താൻ എന്നെ കൈക്കൂലിക്കാരുടെ പട്ടികയിലേക്ക് തള്ളിയിടുവല്ലേ? വണ്ടി അറിയോ നോക്കിക്കാതെ. ഇൻസ്റ്റാൾമെന്റിലൂടെ ആവശ്യമില്ലാത്ത ഒക്കെ വാങ്ങിക്കൂട്ടും. ഇതുവരെ ഒരു മിക്സി ഗ്രൈൻഡറും വാങ്ങാൻ പറ്റിയിട്ടില്ല. മിക്സിയിലൊക്കെ അരച്ച കൂട്ടാനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല രാജി. മറിക്കേ, എന്തൊരു ടേസ്റ്റാ! ഈ ടേസ്റ്റ് ഒക്കെ മിക്സിയിലൊക്കെ അരച്ചു വെച്ചാ കിട്ടുവോ? പിന്നെ ആണുങ്ങളായാലേ മേലനങ്ങി ഇത്തിരി പണിയൊക്കെ എടുക്കണം. ഓ എന്റെ പൊന്നുഷേ, ഓഫീസിലും വീട്ടിലും പണിയെടുത്ത് എന്റെ നടുവൊടിഞ്ഞു. നമുക്കൊരു ജോലിക്കാരി വെച്ചാലെന്താ? എന്ത് ജോലിക്കാരി വെക്കാനോ? ആ കാശുണ്ടെങ്കിലേ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 2 എയർ കണ്ടീഷണറൂടെ മേടിച്ചു വെച്ചേനെ. പക്ഷേ ഇങ്ങനെ കണ്ണിച്ചോരില്ലാതെ സംസാരിക്കരുതിട്ടാ, ദോഷം കിട്ടും. ഓ, നിന്ന് വാചകം അടിക്കാതെ അത് വേഗം അരച്ചെടുക്ക്. മണി 8 ആവുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിട്ടെ വേഗം ഓഫീസിൽ പോവാൻ നോക്ക്. എവിടെ പോവാ? ചെന്ന് അരക്കാനെന്ന്. ചില്ല അങ്ങോട്ട്. ഇങ്ങനൊരു സാധനം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, മാഡം പത്രം വായിച്ച് ആകെ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. എങ്ങനെ അപ്സെറ്റ് ആവാതിരിക്കും? അതുമാതിരിയുള്ള വാർത്തകളല്ലേ ദിവസവും പത്രത്തിൽ വരുന്നത്. അതുകൊണ്ടല്ല ബാലപ്പ, അടുത്ത ആഴ്ച ടൗൺ ഹാളിൽ ഒരു ഡോഗ് ഷോ നടക്കുന്നുണ്ട്. ഇതുവരെ പങ്കെടുക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് പിന്നെ ഡോഗ് ഷോ ആണെങ്കിൽ തീർച്ചയായിട്ടും മാഡം പങ്കെടുക്കണം. പക്ഷേ നല്ല ഇനത്തിൽപ്പെട്ടൊരു ഡോഗ് വേണ്ടേ? സാറില്ലേ? അല്ല, ഞാൻ വേറൊരു ആവശ്യത്തിന് സാറിനെ കാണാൻ വന്ന. സാറില്ലേ ഇവിടെ? ഉണ്ട്. രാവിലെ എഴുന്നേറ്റിരുന്ന് ഫയലൊക്കെ നോക്കുക.
മാഡത്തിന് ഡോഗ് ഷോയിൽ പങ്കെടുക്കാൻ ഒരു ഡോഗ് വേണം. അത്രയല്ലേ ഉള്ളൂ. ആ. ജർമ്മൻ ഷെപ്പേർഡ്, ഡോബർമാൻ, ബുൾഡോസർ, അല്ല ബുൾഡോഗ്, ഇതിൽ ഏത് ഇനത്തിൽപ്പെട്ട ഡോഗ് വേണം? ഞാൻ കൊണ്ടുതരാം. പക്ഷേ ഇതിനൊക്കെ നല്ല വിലയാവില്ലേ? ആ, വില കൂടുന്ന അനുസരിച്ച് സമ്മാനത്തിനുള്ള സാധ്യതയും കൂടും. ഞാൻ ചോദിക്കട്ടെ, ഈ വീട്ടിലെ ഒരു നായ ഡോഗ് ഷോയിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? രാജേഷ് സാറിനും മാഡത്തിനുമാണ്, പിന്നെ ഞങ്ങളെ പോലുള്ളവർക്കും. എന്നാലേ നമുക്ക് ചേട്ടനോട് പറഞ്ഞ് ഡോഗ് സ്ക്വാഡിൽ ഒരെണ്ണത്തിനെ സംഘടിപ്പിച്ചാലോ? അയ്യോ, അത് വേണ്ട. ഈ ഡോഗ് സ്ക്വാഡിലെ പട്ടിയാകുമ്പോ അത് ഇതുമൊക്കെ മണപ്പിച്ച് അതുമല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ ഒക്കെ പോയി നിൽക്കും. ഒരു കാര്യം ചെയ്യാം, ഒരു 25,000 രൂപ മുടക്കാൻ പറ്റുമോ മാഡത്തിന്? നല്ല സുന്ദരമായ ഡോഗിനെ ഞാൻ ഇവിടെ കൊണ്ടുതരാം, മെയ്ഡ് ഇൻ ജപ്പാൻ പട്ടി. അയ്യോ, 25,000 രൂപയോ? അതിപ്പോ റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കണ്ട, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇൻസ്റ്റാൾമെന്റിൽ പട്ടി കിട്ടുമെന്നോ? അയ്യോ, പട്ടി ഇൻസ്റ്റാൾമെന്റ് കിട്ടൂല, പേയ്മെന്റ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് കൊടുത്താൽ മതി. മാഡത്തിന് എത്ര ഡോഗിനെ വേണം? ബാലപ്പന് പോവാൻ ധൃതിയില്ലല്ലോ. പോകണമെന്നില്ല. രാജി, ഒരു ചായ. താങ്ക് യു. ഒരു 5,000 രൂപ അഡ്വാൻസ് കൊടുക്കണം, ബാക്കി ഒരു 12 തവണയായിട്ട് കൊടുത്താൽ മതി. ലളിതമായ വ്യവസ്ഥകളാ. പിന്നെ കന്നാ സാറിന്റെ ഒരു ID പ്രൂഫ് കൊടുക്കണം. പട്ടിയുടെ പണം തിരിച്ചടച്ചില്ലെങ്കിൽ കന്നാ സാറിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ആയിരിക്കടോ, ഇത് പോലീസ് സ്റ്റേഷൻ ഒന്നല്ല, എന്റെ വീടല്ലേ. അയ്യോ, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ എന്നെ കണ്ടിട്ട് വല്ല വ്യത്യാസം ഉണ്ടാ? അയ്യോ, അതല്ല, ഇന്നലെ കുരിശടി മുക്കിലൊരു അടിപിടി കേസ് നടന്നില്ലേ, അതിന് സാർ അകത്താക്കിയ ആള് AKSPക്ക് വേണ്ടപ്പെട്ട ആളാ. കേസ് ഒന്നും ചാർജ് ചെയ്യണ്ട, പാവം എങ്ങനെയും അടിയും കുത്തുമൊക്കെ നടത്തി ജീവിച്ചോട്ട്. അത് ശരി, അവൻ നിങ്ങളുടെ പാർട്ടിക്കാരനാണല്ലേ? പിന്നെ എങ്കിലും അവന് ജാമ്യമില്ലാത്ത 1-2-3 വകുപ്പുകൾ ചേർത്ത് അങ്ങോട്ട് അകത്താക്കി. അയ്യോ സാറേ, എന്താടോ? എന്താടോ? ഒന്നുമില്ല, എനിക്കെന്തുവാ? രാജി, അയാളെ വെറുതെ വിട്ടേക്ക്. വെറുതെ പാട്ടുകാരെ പിണക്കി ദൈവദോഷം ഒന്നും വരുത്തി വെക്കണം. കൊള്ളാം, നല്ല ചായ. താങ്ക് യു. താങ്ക് യു. അപ്പോ ഡോഗിന്റെ കാര്യം? അത് ഞാൻ ഏറ്റു. അഡ്വാൻസ് കൊടുക്കണ്ട താമസം, ഡോഗ് റെഡി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാറേ, അങ്ങ് വിട്ടേക്കണേ. ഓക്കെ. എന്താ പട്ടിയുടെ കാര്യം പറഞ്ഞത്? ഇനി ഒരു കാവൽക്കാരനെ ഈ വീട്ടിൽ ഞാൻ അനുവദിക്കില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. രാജി, അടുത്ത 18-ന് രാജിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ലീവ് എടുത്തേ പറ്റൂ. നമുക്ക് ഒരു ഡോഗ് ഷോയിൽ പങ്കെടുക്കാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? എന്നാ പിന്നെ ആങ്ങി തൂങ്ങി നിൽക്കാതെ നല്ല കുട്ടിയായിട്ട് കുളിച്ചൊരുങ്ങി വേഗം സ്റ്റേഷനിൽ പോവാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നു. രാജി, ഗോ ടു ദ സ്റ്റേഷൻ. ഗോ ഗോ ഗോ. നല്ല കുട്ടി. ഈ പാതിരാത്രിയായിട്ട് അവളുടെ ഒട്ടുക്കത്തൊരു പാട്ട് വെക്കല്. കൊച്ചിന് ഉണർത്തേ ഉള്ളവള്. ഒന്ന് പതുക്കെ വെക്കൂഷേ, കുട്ടി ഉണരും. ഇത്തവണ കോളനിയിലെ ഓണാഘോഷത്തിന് എന്റെ സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, അതിന്റെ പ്രാക്ടീസാ. ഒരു സിനിമാറ്റിക് ഡാൻസ്? എനിക്ക് ചുടല നൃത്തം കാണുന്ന തന്നെ വെറുപ്പാണ്. ഉഷയ്ക്ക് തിരുവാതിര നൃത്തം കളിച്ചാലെന്താ? അതൊക്കെ ആർക്ക് വേണം? ഒരു കോമളാങ്കി. തിരുവാതിര നൃത്തത്തെ അങ്ങനെ അടച്ചാക്ഷേപിക്കരുത് ഉഷേ. പോലീസ് അസോസിയേഷന്റെ വാർഷികത്തിന് എന്റെ തിരുവാതിര കളി കണ്ട് DIG പോലും കോരിത്തരിച്ചു പോയി. ഇതാ നോക്ക്. കോമളാങ്കിമാരെ വരുവിൻ, തിരുവാതിര ചിന്തുകൾ പാടി കളിക്കുവിൻ. 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 കുമങ്കുത്തലേടി തമാകരവാടി തമാകുണ്ടതാടി നീ കുമരി പുട്ടപ്പോടി. അയ്യോ, കുഞ്ഞുണർന്നു. കൊച്ചുറക്കുന്നില്ലോ. മോൻ അച്ഛനൊരു താരാട്ട് പഠിക്കേപ്പിക്കേട്ടാ, ഉറങ്ങിക്കോ. ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ. കരയാതടാ എന്റുണ്ണി വാവാവോ. ഇനി മോൻ അച്ഛനൊരു ഹിന്ദി പാട്ട് പഠിക്കേപ്പിക്കേട്ടാ.
तुझे देखा तो ये जाना सनम प्यार होता है दीवाना ഹാസനം. അയ്യോ, ആ പാട്ട് പാടിയപ്പോ അവൻ ഉറങ്ങി. അവൻ അമ്മയുടെ സ്വഭാവം തന്നെ, കള്ളൻ. നാളെ മുതലേ ഹെൽത്ത് ക്ലബിൽ എനിക്കൊന്ന് പോണം. തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം. ചുമ്മാ വീട്ടിലിരിപ്പല്ലേ, എന്തെങ്കിലും ജോലി ചെയ്യണം. തന്നെ കണ്ടുപടി. അല്ലാതെ തന്നെ തടി കുറയ്ക്കാം. പിന്നെ 22,000 രൂപയുടെ ഒരു പാക്കേജ് ട്രീറ്റ്മെന്റാ. 3 മാസം കൊണ്ട് നല്ല സ്ലിം ബ്യൂട്ടി ആവും. ഇന്നത്തെ പത്രത്തിലും പരസ്യം ഉണ്ടായിരുന്നു. പക്ഷേ ദേ വെറുതെ റിസ്ക് എടുക്കണ്ടട്ടാ. ഇപ്പൊ തന്നെ ശമ്പളം വാങ്ങിയിട്ട് ഒന്നിനും തികയുന്നില്ല. മാസം ഒരേ സ്ഥലത്തേക്ക് എത്ര രൂപ എണ്ണി കൊടുക്കുന്നതെന്ന് വല്ല വിചാരം ഉണ്ടോ ഉഷയ്ക്ക്? ഒരിടത്തും ഒരു 5 പൈസ പോലും കൊടുക്കാതെ നമുക്ക് പലതും നേടായിരുന്നു. മുമ്പ് ഇവിടുന്ന് എസ്ഐമാരെ അങ്ങനെയൊക്കെ തന്നെയാ ജീവിച്ചത്. അതിനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കണം കേട്ടാ. ഒന്ന് പൊടി. ഞാനാ ടൈപ്പ് ഒന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരുത്തനെ വരട്ടി ഒന്നും വാങ്ങണ്ട. ഓ, അല്ലെങ്കിൽ തന്നെ നിങ്ങളെ വരട്ടി ഒരു കോഴിക്കുഞ്ഞു പോലും വിരളത്തില്ല. അത് നിനക്കെന്നെ പറ്റി അറിയാൻ പാടില്ലാത്തത് കൊണ്ടാ. ദേഷ്യം വന്ന സിംഹമാടി ഞാൻ, സിംഹം, കാട്ടിലെ പുലി. അതിന്റെ ഗർജനം കേട്ടാൽ ഈ വീടുകളെല്ലാം കിടുങ്ങി വിറക്കും. അയ്യടാ, ഒരു ഗർജനക്കാരൻ. എന്നാ ഒന്ന് ഗർജിച്ചേ. ആ, കേക്കട്ടെ. പേടിച്ചാ? ഞാനല്ല, കൊച്ചുണർന്നു. അതിനെ പേടിപ്പിച്ചുണർത്തിയപ്പോ സമാധാനായല്ലോ. അച്ഛനോട് താരാട്ട് പാട്ട് പാടിത്തരാം. ഉവ്വ്. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. ഈ ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു. സിംഹം എങ്ങും മേഞ്ഞിരുന്നു. എടാ, അച്ഛൻ കാട്ടിലെ സിംഹമാണ്. പുലി പുലി. കണ്ണുണ്ടായ പോരെ, കാണാൻ പഠിക്കണം. ഞാൻ എന്തായാലും ശരിയാക്കി തരാം. ചെറ്റ വെക്കാൻ അണ്ണാ, പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. ചുമ്മാ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് തന്നെ പോവാം. ഇതുണ്ടോ? ആ, ഇതാ. നോട്ട് ദ പോയിന്റ്. അതെപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത്. ആരടാ നിങ്ങള്? ഞങ്ങളെ മനസ്സിലായില്ലേ? നല്ല മുഖപരിചയം. ഇവന്മാരെ സാറിന്റെ ഒരു മറവിയെ. ചിറ്റാരക്കഴ ഭഗവത് ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തി തുറന്നതിന് സാറാണ് ഞങ്ങളെ പിടികൂടിയത്. ചിറ്റാരിക്കര കാണിക്കവഞ്ചി. ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അത് പോട്ടെ. താഴത്തുള്ള ഫൈനാൻസ് കമ്പനിയിലെ ഭിത്തി തുറന്ന് പണവും പണ്ടങ്ങളും ഒക്കെ കവർന്ന അത് തന്നെ. ഓ, പിടികിട്ടി. ജാക്സൺ ബ്രദേഴ്സ് അല്ലേ? എത്ര നാളായിട്ട് നിങ്ങളെയൊക്കെ കണ്ടിട്ട്? എവിടെ, ജയിലിലായിരുന്നോ? ഞങ്ങൾ കുറച്ചു കാലത്തേക്ക് ലൊക്കേഷനൊക്കെ ഒന്ന് മാറി പിടിച്ചു. കർണാടകയിലായിരുന്നു. മംഗലാപുരത്ത്. എവിടെ? എവിടെ? മംഗലാപുരത്ത്. എന്തിനാ അങ്ങോട്ട് പോയത്? ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ധാരാളം അവസരങ്ങളുണ്ടല്ലോ. ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പത്രത്തിലൂടെ അറിഞ്ഞത്. ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന കള്ളന്മാരൊക്കെ ഇന്ന് തൊഴിൽപരമായും സാമ്പത്തികപരമായും നല്ല പൊസിഷനിലല്ലേ? കർണാടകയിലൊന്നും ഇപ്പം പഴയതുപോലെ അല്ല സാറേ. ഭയങ്കര കുഴപ്പോ. ഞങ്ങളെപ്പോലെ വർക്ക് അറിയാവുന്നവർക്ക് പട്ടാപ്പകൽ പോലും മോഷ്ടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി കുറച്ചു കാലം ഞങ്ങളിവിടെ കാണും. ജാക്സൺ ബ്രദേഴ്സ് ആ പഴയ പേരങ്ങ് തിരിച്ചു പിടിക്കും. അതെ. സാറ് സഹകരിക്കില്ലേ? ഇവിടെ ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാവും കേട്ടാ. സാർ ഇവിടെ താമസം ജവഹർ കോളനിയില്. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തൽക്കാലം ഈ ഏരിയയിൽ കൈവയ്ക്കുന്നില്ല. ഓക്കെ, നമുക്കിനി തമ്മിൽ കാണാതിരിക്കാം. ഓക്കെ, ബൈ. പാവം കള്ളന്മാര്, സത്യസന്ധന്മാരാ. അവരെന്റെ വീട്ടിലേക്ക് വരില്ലെന്നാ പറയണത്. ഒന്നുകൂടി കാണായിരുന്നവരാ. കബീറെ, വണ്ടിയിട്. സ്വർണ്ണക്കട, തുണിക്കട, പാത്രക്കട, പലവ്യഞ്ജനക്കട, പത്രക്കട എന്ന് വേണ്ട ദാ ആക്രിക്കടയെന്ന് പോലും ഈ കാർഡ് കാണിച്ചാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ പറ്റും. അപ്പൊ ഇവിടെ കിടക്കുന്നൊക്കെ ആക്രിയാണ് ഉഷേ? ഇവിടെ കിടക്കുന്നല്ല, നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ സാധനങ്ങൾ മേടിക്കാന്ന് ഞാൻ പറയായിരുന്നു. മാഡം. ഹലോ മാഡം. ആരത്? വാ നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ. We are from VIP International. I am Muralidharan. He is Jijo. വരൂ സാർ, അകത്തേക്ക് ഇരിക്കാം. No thanks. ഈ ഏരിയയിൽ താമസിക്കുന്ന VVIP ഫാമിലികളുടെ സെൻസസ് തയ്യാറാക്കാൻ വന്ന 1.5 പ്രതിനിധികളാണ് ഞങ്ങൾ രണ്ടുപേരും.
ഈ കോളനിയിലെ VIP ഫാമിലി എന്ന് പറയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ സർ. ഞങ്ങള് വിവിഐപികളാ. അല്ല ഈ മാഡം ആ ഇവരും കുറച്ചൊരു VIP യാ. അപ്പുറത്തെ വീട്ടിലെയാ. ഓഹോ ഹസ്ബൻഡ് PWD എഞ്ചിനീയറാ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു 3 നില കെട്ടിടം കണ്ടില്ലേ? 3 2 നിലയല്ലേടി? 3 നിലയാ. ഒന്ന് അണ്ടർഗ്രൗണ്ടിലാ. ഓ അതെന്തിനാ ഒരു നില കുഴിച്ചിട്ടിരിക്കുന്നത്? ഓ PWD അല്ലേ? കൈക്കൂലിയൊക്കെ അതിനകത്താവും. ബൈ ദ ബൈ ഹസ്ബൻഡ് പോലീസിലാണല്ലേ? അതെ, സബ് ഇൻസ്പെക്ടറാ. ഉടനെ തന്നെ IG ആയിട്ട് പ്രൊമോഷൻ കിട്ടും. ഐ സീ. IC അല്ല, IG. എത്ര സ്ക്വയർ ഫീറ്റ് വരും? IGക്കോ? അല്ല ഈ വീടിന്. ഓ, ഒരു 2000 സ്ക്വയർ ഫീറ്റ് എങ്കിലും വരും. പിന്നെ മൊത്തം മാർബിളാ. കണ്ടില്ലേ, വൈറ്റ് മാർബിൾ. AC ഉണ്ടോ? പിന്നെ 2 ബെഡ്റൂമിലും AC ഉണ്ട്. ഉടനെ തന്നെ സ്റ്റോർ റൂമിലും കിച്ചണും കൂടെ AC ആക്കണമെന്നുള്ള തീരുമാനത്തിലാ. VIP-കളാകുമ്പോഴേ ബാത്റൂം കൂടി AC ആക്കുന്നത് നന്നായിരിക്കും. ആ ഗൃഹോപകരണങ്ങൾ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് അവൻ, അങ്ങനെ എല്ലാ VIP ഫാമിലീസിലും കാണപ്പെടുന്ന ഉപകരണങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ രൊക്കം കാശ് കൊടുത്താണോ വാങ്ങുന്നത്? ആരെങ്കിലും ഗിഫ്റ്റ് തന്നാണോ അതോ ക്രെഡിറ്റിൽ വാങ്ങിയാണോ? കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തവരല്ലേ സർ ക്രെഡിറ്റിൽ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്? ഞങ്ങളെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ റൊക്കം കാശ് കൊടുത്താ മേടിക്കുന്നത്. പിന്നെ അത്യാവശ്യത്തിനുള്ള പണം ഞങ്ങൾ വീട്ടിലെ അലമാരയിൽ തന്നെ സൂക്ഷിക്കും, ഒരു വലിയ പെട്ടിയില്. കള്ളന്മാരുടെ ശല്യം ധാരാളമുള്ള സമയമാണിത്. ഈ താക്കോലൊക്കെ ഇത് എവിടെ ഭദ്രമായി സൂക്ഷിക്കും? അതെ, എവിടെ സൂക്ഷിക്കും? സാധാരണ എല്ലാരും സൂക്ഷിക്കുന്ന പോലെ തന്നെ ബെഡ്റൂമില് കയ്യെത്തും ദൂരത്തോ തലേണയുടെ അടിയിലോ. നോട്ട് ദ പോയിന്റ്. യെസ്. അല്ല ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യണമല്ലോ. ഓ ശരി ശരി അതുകൊണ്ട് ഈ വാഹനം പോലീസ് വാഹനം ഉള്ളതുകൊണ്ട് ലാൻസർ എന്റെ വീട്ടിൽ പോർച്ചിൽ ഇട്ടിരിക്കുക. ഏതായാലും ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. ഇന്റർനാഷണൽ VIP-കളുടെ ലിസ്റ്റിൽ തീർച്ചയായും സബ് ഇൻസ്പെക്ടറുടെ ഫാമിലി ഉണ്ടാവും. ഓ താങ്ക് യു Okay, thank you. സർ. സാറേ എന്റെ വീട്ടിലൂടെ കയറിയിട്ട് പോണം. ഇവിടെ പറഞ്ഞതിന്റെ ഇരട്ടി സാധനങ്ങളുണ്ട് എന്റെ വീട്ടില്. ആയിക്കോട്ടെ. പക്ഷേ ഒരു VIP. ഒരുപാട് നടക്കണം. ഏ? ദേ ഇവിടെ. അല്ല ഓഫീസ് വണ്ടി 5 മിനിറ്റിനുള്ളിൽ വരും. നമുക്കതിൽ പോവാം. വേണ്ട സാറേ, അല്പം നടന്നാ മതി. പിന്നെ സാറേ ആ SIയുടെ ഭാര്യ പറഞ്ഞത് മുഴുവൻ കള്ളത്തരവാ. വീട് കണ്ടാൽ അറിയാം വീട്ടിലെ പണ്ടം. എന്തായാലും എന്റെ വീട്ടിലെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ അത്രയും വരത്തില്ല ഉഷയുടെ വീട്ടില്. ഉഷ മേഡത്തെ പോലെ നിങ്ങളും സ്വർണവും പണവും ഒക്കെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാറുണ്ടോ? അല്ല ഈ VIP-കൾ സാധനങ്ങളൊക്കെ വീട്ടിലാ സൂക്ഷിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. അത്യാവശ്യത്തിന് സ്വർണവും പണമൊക്കെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാറുണ്ട്. ഓ അതറിഞ്ഞാ മതി. നമുക്കിന്ന് ഇവരെ വീട്ടിൽ കയറിയാലോ? കേട്ടിടത്തോളം നല്ല സെറ്റപ്പാണെന്ന് തോന്നുന്നു. അതൊരു അസൂയ കൊണ്ട് പറഞ്ഞതാ. SI-മാർക്ക് പൊതുവെ കള്ളന്മാരെ പേടിയില്ലാത്തത് കൊണ്ട് പൊന്നും പണവും അവർ വീട്ടിൽ തന്നെ സൂക്ഷിക്കും. ആ അത് ശരിയാണല്ലോ. നടക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് AC കാറുമായി വരാം. ഏയ് വേണ്ട, പൊടി തട്ടിയതാ. വാ. ചേട്ടാ, ഇന്ന് നമുക്ക് PWD എഞ്ചിനീയറുടെ വീട്ടിൽ കയറണോ SIയുടെ വീട്ടിൽ കയറണോ അതോ ഈ കാണിക്ക വഞ്ചി കുത്തിപ്പൊളിച്ച് കുറച്ച് ചില്ലറ ഒപ്പിക്കണോ? ചില്ലറയും വേണ്ട PWD-യും വേണ്ട. പിടിക്കുമ്പം പുളിങ്ങുമ്പം തന്നെ പിടിക്കണം. ചേട്ടാ, എന്നെ കൊണ്ട് പുളിയിലൊന്നും കയറാൻ പറ്റില്ല. ചുമ്മാ ഇരിക്കണേ. ഇവിടെ വർക്ക് ചെയ്യുമ്പോ നന്നായി വർക്ക് ചെയ്യുക. ഓ അങ്ങനെ. നമുക്കിന്ന് SIയുടെ വീട്ടിൽ തന്നെ കയറാം. വാ പ്ലാൻ ചെയ്യാം. ആ പോ. ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് കണ്ട, ഇതാണ് SIയുടെ വീട്. ഇവിടെ നിന്നൊരു ജമ്പ് ചെയ്താൽ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. എന്ന് വെച്ചാ ഇവിടെ ചത്തുപോകുന്നു. ഓ അതുകൊണ്ട് എടുത്തുകാട്ടൊന്നും വേണ്ട. പയ്യെ തിന്നാൽ പനയും തിന്നാം. ദേ ചേട്ടാ, ഈ പണിക്കിറങ്ങിയതേ നന്നായിട്ട് ആഹാരമെങ്കിലും കഴിക്കാന്ന് കരുതിയാ, അല്ലാതെ പന തിന്നാനൊന്നും എന്നെ കിട്ടൂല. ഇങ്ങോട്ട് വാ. എന്താ ഇവിടെ മണ്ട അതൊരു പഴഞ്ചൊല്ലാണെന്ന്. മെല്ലെ കട്ടാൽ കൊട്ടാരം വരെ കക്കാമെന്ന. ചേട്ടാ, ഈ SIയെ പരിചയമുള്ള സ്ഥിതിക്ക് ഇവിടുത്തെ മോഷണം റിസ്ക് അല്ല. എടാ, പരിചയമുള്ള പോലീസ് 2 ഇടി കൂടുതൽ ഇടിക്കുമെന്ന് അനുഭവപ്പെട്ടുള്ളതല്ലേ നമുക്ക്? ആ അതെ അതെ. അതുപോലെ പരിചയമുള്ള പോലീസിന്റെ വീട്ടിൽ കയറിയാൽ 2 അലമാര കൂടുതൽ കുത്തി തുറക്കാൻ നോക്കണം.
അതാണ് അന്തസ്. നമ്മൾ ഇന്ന് തന്നെ ഈ വീട്ടിൽ കയറിയാൽ എസ് ഐക്ക് നമ്മളെ ഡൗട്ട് അടിക്കൂലേ? എവിടെ ഇവിടെ ഒന്നാമത് അയാൾ ഒരു പെണ്ണാളൻ, അക്കച്ചി, മണ്ണുണ്ണി. ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ, ആരുടെ ഓപ്പറേഷൻ? ഇവിടെ മോഷ്ടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ നുള്ളി പറക്കാമായിരുന്നു.